ഹലോ ഗായ്സ്. അപ്പം നമ്മൾ വെളുപ്പിനെ എങ്ങോട്ട് പോകാമെന്നറിയോ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അവിടെ നമുക്ക് 4:30 ഏറനാടുണ്ട്. അപ്പം നമ്മൾ ഏറനാടിൽ കയറിയിട്ട് എങ്ങോട്ട് പോകാമെന്നറിയോ? നമ്മൾ 2-3 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ നേരെ വന്നെത്തിയത് നമ്മുടെ തൃശ്ശൂർക്കാണ്. അപ്പം തൃശ്ശൂർ എന്താണെന്നല്ലേ? തൃശ്ശൂർ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുന്ന് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ KSRTC ബസ്സിൽ നമ്മൾ എവിടെ പോവാ? നമ്മൾ നമ്മുടെ കണ്ണനെ കാണാൻ പോവാ. അപ്പം നല്ലൊരു ക്ലൈമറ്റായിരുന്നേ. ഇഷ്ടപ്പെട്ട ക്ലൈമറ്റാണിത്. വെയിലുമില്ല എന്നാൽ മഴയില്ല, നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എവിടെ എത്തി? നമ്മൾ ഗുരുവായൂരെത്തി. അവിടെ നമ്മളൊരു ഹോട്ടലിൽ ബാഗൊക്കെ വെച്ച് നമ്മൾ നേരെ ഒരു സ്ഥലം വരെ പോവാം. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം മുത്തശ്ശി ബാംഗ്ലൂരിൽ നിന്ന് വന്നു. മുത്തശ്ശി സർപ്രൈസായിട്ട് വന്നതാണ്. എന്തിനാണെന്നറിയോ? ഇന്ന് മായമ്മയുടെ അരങ്ങേറ്റമാണ്. ഇതാണ് നമ്മുടെ സുന്ദരക്കുട്ടി മായമ്മ. അപ്പം മായമ്മയുടെ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കൂടെ ഉള്ളത് മായമ്മയുടെ ഫ്രണ്ട്സൊക്കെയാണ് അരങ്ങേറ്റത്തിനുള്ള. അപ്പം നമ്മുടെ മിഞ്ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു മായമ്മയുടെ അരങ്ങേറ്റത്തിൽ. മിഞ്ചി തലേ ദിവസമേ വന്നു. അപ്പം ഇവർ രണ്ടും മായമ്മയുടെ മക്കളാണ്, അതിൻ്റെ സ്വന്തം ചേച്ചിമാർ. അപ്പം അങ്ങനെ ഡാൻസൊക്കെ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഞാൻ ഡാൻസിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് കാണിച്ചു തരാവേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സർവകാ അപ്പോൾ ഇതാണ് മായമ്മയുടെ ഡാൻസ് ടീം, നമ്മുടെ ധനുഷേട്ടൻ നടത്തുന്ന പാരൻസ് ടീമിലെ ഡാൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര വിശപ്പായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് 2 മീൽസും പിന്നെ ഒരു ഫ്രൈഡ് റൈസും മഞ്ചൂരിയനും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്ക് ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണനെ നല്ല പോലെ കണ്ട് നമുക്കൊരു തുലാഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് എല്ലാ കടകളും കയറി ഒന്ന് ഇറങ്ങി. എന്തൊക്കെയുണ്ടെന്നൊക്കെ അറിയാമല്ലോ, വാങ്ങിച്ചില്ലെങ്കിലും കയറി ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം. നമ്മൾ ഉച്ചയ്ക്ക് വന്ന അതേ ഹോട്ടൽ തന്നെയാണ് നമ്മൾ രാത്രിയിലും വന്ന്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. അവിടെ നമ്മൾ മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നിറങ്ങി. അവസാനം ഞാനും മുത്തേച്ചിയും കൂടെ എന്ത് ചെയ്ത് ആരും അറിയാതെ ഐസ്ക്രീം കഴിക്കാൻ പോയി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. അങ്ങനെ നമ്മൾ ആരും അറിയാതെ ഒരു 2-3-4 ഐസ്ക്രീം എങ്ങാണ്ട് മേടിച്ച് നമ്മൾ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണേ. നമ്മളവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകും. നമുക്ക് 11:15 ചെന്നൈ എക്സ്പ്രസ് അങ്ങനെ എന്തോന്നൊന്നും ട്രെയിനിൻ്റെ പേര്. അപ്പം ആ ട്രെയിനിൽ നമുക്ക് എങ്ങോട്ട് പോകണം? നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകണം. എനിക്ക് ട്രിവാൻഡ്രത്താണ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ ഇറങ്ങുക? അവർ എല്ലാം കൊല്ലത്തും, ഞാൻ ട്രിവാൻഡ്രത്തും. കാരണം എനിക്ക് നാളെ സ്കൂൾ ഉണ്ടായിട്ട് പോകണം. അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.